കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് കല്യാണി. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനിങ്ങനെ കുറേ വ്ളോഗുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡിൽ ഇങ്ങനെ ഫുൾ പ്രിപ്പയർ ആക്കി വെക്കട്ടെ എങ്ങനെ എടുക്കണം എന്നുള്ളത്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ വ്ളോഗ് എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മറക്കും. അങ്ങനെ നമുക്ക് വ്ളോഗ് ഇടാവേണ്ട ക്ലിപ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് എൻ്റെ എല്ലാ വ്ളോഗും ചീറ്റി പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഇൻട്രോ എടുത്ത് വെക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ വ്ളോഗ് മീൻസ് വീഡിയോസ് എടുക്കാൻ മറന്നിട്ടില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം പറയാം. ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ ഇവിടുത്തെ റെസിഡൻസിൻ്റെ, നാട്ടിലെ റെസിഡൻസിൻ്റെ വാർഷികമാണ്, ആനിവേഴ്സറിയാണ്. സോ അതിന് നമ്മൾക്ക് കുറച്ച് പ്രോഗ്രാംസ്, കുറച്ചൊന്നുമില്ല, എല്ലാ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 2 ഡാൻസിലായിരുന്നു, ഒന്ന് ഇല്ലുവിൻ്റെ ഒപ്പം ഒന്ന് ഐശുവിൻ്റെ ഒപ്പം, അങ്ങനെ 2 ഡാൻസിലായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം മാറ്റാനും മേക്കപ്പ് ചെയ്യാനും ഭയങ്കര സംഭവം ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ, മേക്കപ്പ് ചെയ്യാൻ, കോസ്റ്റ്യൂം മാറ്റാനൊക്കെ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഈ ഒരു മന്ത് ഫുൾ എക്സാംസ് ഒക്കെ ആയിട്ട് എനിക്ക് ഡാൻസ് പഠിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ഐഷു ഇവിടെ ഇല്ല, എന്താ പറയുക, കണ്ണൂരാണ്. പിന്നെ ഇല്ലൂരാണെങ്കിലും എക്സാംസ് ഒക്കെയാണ്. അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആനിവേഴ്സറി വന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കളിക്കാണ്ടിരിക്കാൻ ഭയങ്കര ഒരു സങ്കടം, കളിക്കാണ്ടിരിക്കാൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേൻ്റെ ഒപ്പം തിരുവാതിരയ്ക്ക് കൂടി. ഓക്കെ, അപ്പോൾ അത് ആണെങ്കിൽ കുറച്ച് 2-3 ദിവസമായിട്ടുള്ള പഠിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. എനിക്കാണെങ്കിൽ ഞാൻ തിരുവാതിരയ്ക്ക് ഞാൻ കൂടാറില്ല. അപ്പോൾ വന്ദനേട്ടമ്മയുണ്ട്, സതയിലുമുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, പിന്നെ വേറെ അവിടുത്തെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തിരുവാതിര കളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ പ്രോഗ്രാം തന്നെ ചെറിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു പ്രോഗ്രാം മീൻസ് ഉള്ളതുകൊണ്ട് എനിക്കതൊരു ടെൻഷനുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം കാണിച്ചു. ഓക്കെ, ഇതെന്ത് ഇരുട്ട് വരുന്ന ഓക്കെ. അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂം. ഇത് അമ്മയുടെയാണ് കേട്ടോ. ഇതേ സെയിം സാധനമാണ് എൻ്റെതും. ഇതാ നമ്മുടെ എന്താ പറയുക, സെറ്റുമുണ്ട്, റോസ്, പിന്നെ അടിപ്പാവാട, നമ്മുടെ ബ്ലൗസ്, ഇതന്നെയാണ് കേട്ടോ എൻ്റെതും. വീണ്ടും ഇട്ട് കണ്ടോ, ഇതാണ് എൻ്റെത്. അപ്പോൾ ഇതൊക്കെ അമ്മ ഇവിടെ സെറ്റാക്കി അയേൺ ചെയ്ത് മടക്കി ഫുൾ സെറ്റാക്കി വെച്ചേക്കാണ്. ആൻഡ് എൻ്റെ നെയിൽ പോളിഷ് കണ്ടോ, ഞാൻ ഇട്ടതാണ് കേട്ടോ. ഈ ഒരു കളറാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു ഇതിലെ കളർ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ നെയിൽ പോളിഷ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡ്രസ്സിന് കറക്റ്റ് മാച്ചുള്ള നെയിൽ പോളിഷസൊക്കെ ഇടാൻ. അങ്ങനെ ഞാനിത് നെയിൽ പോളിഷ് ഇട്ടിച്ചു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ മൈലാഞ്ചി ഇടാനുണ്ട്. പിന്നെ നമുക്ക് പ്രിപ്പറേഷൻസ് ആയിട്ടൊന്നുമില്ല. ഇന്ന് ഞാനാണെങ്കിൽ ഫുൾ ഇങ്ങനെ തലയൊക്കെ നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് രാത്രിയാണ് പരിപാടി. സോ ഒരു 8 മണിക്ക് ശേഷമാണ് നമ്മുടേത് പരിപാടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കും. എനിക്ക് എത്ര അടിയിലേക്ക് എടുക്കണമെന്നുണ്ട് തിരുവാതിരയുടെ, ബട്ട് എന്താവും എന്നൊരു ഐഡിയ ഇല്ല. പിന്നെ അതിനുള്ള മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇനി മൈലാഞ്ചിരാന്ന് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ വലിയമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ വേറെ പരിപാടികൾ മീൻസ് ഇതിനുള്ള ഇതൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഒന്നുകൂടെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അറിയാം ഞാൻ കളിക്കൂല ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് എല്ലാ സംഭവങ്ങളും കാണിച്ചു തരാം, ഞാൻ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ. ഞാൻ അതിന് മുൻപ് ഒരു ഇൻട്രോ എടുത്ത് വയ്ക്കാം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഉച്ചയല്ല വൈകുന്നേരമായിട്ടോ, 4 മണി സമയം. ഇപ്പോൾ നമ്മൾ വീണ്ടും ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസിന് പോകാൻ കേട്ടോ. വല്യമ്മേൻ്റെ മുറ്റത്തു നിന്നാണ് കേട്ടോ ഞങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യാറ്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും എത്തിയപ്പോഴേക്കും കുഞ്ഞുമണിയാണെങ്കിൽ ഫുള്ള് പവറിലാണ് കേട്ടോ. അവളിങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഫുൾ ഡാൻസ് കളിയാണ് കേട്ടോ. എല്ലാവരുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടി നടന്ന് ഡാൻസ് കളിക്കും. പിന്നെ അപ്പോഴേക്കും ഇത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരുവാതിര കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാറ് കേട്ടോ.
അങ്ങനെ കഴിച്ച് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുങ്ങി പോയാൽ മതി. പിന്നെ മൈലാഞ്ചി ഇടണം കേട്ടോ, അത് മറന്നു. മൈലാഞ്ചി ഇടാനുണ്ട്, അതും കൂടി ഇടണം. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വട്ടൊക്കെ വരച്ചിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡാൻസിനൊക്കെ ഇടുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെ ഇട്ട് കൊടുത്തു. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. ഡാൻസ് കളിച്ച് ഫുൾ വേർത്തു. ഇനി ഇത്രയും സാധനങ്ങൾ നമുക്ക് മാല, വള, കമ്മലൊക്കെ വേർതിരിച്ച് വെക്കണം. ഫുൾ ചൂട് 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 ചൂട്. അല്ല ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. ഇതാണ് എൻ്റെ മല. അമ്മ എന്തേതാ ഈ പച്ച? അമ്മേൻ്റെ മാല ദ്രേതിനുണ്ട്. ഏതാ വേണ്ടേ? വെള്ള വേണോ? വെള്ളയിൽ പച്ച വേണോ? പച്ച മാത്രം വേണോ? റോസ് വേണോ? റോസ് ഉണ്ട്, ഇത് മതിയോ? ഇതാണ് അമ്മയുടെ മല. എൻ്റെ അമ്മയ്ക്ക് മാലയുടെ, കമ്മലിൻ്റെ, വളയുടെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ബട്ട് ഇതൊന്നും ഉണ്ടായിട്ടും ഇല്ല, എനിക്കില്ല. എനിക്ക് വളയില്ല, എനിക്ക് മാലയില്ല. ഓക്കെ, ഇനി ഏതമ്മേ എന്താ ഇപ്പം നമ്മുടെ മാല റെഡി കേട്ടോ. സോ ഇത് അമ്മയുടെ ജിമിക്ക് കളക്ഷനാണ്. അമ്മയ്ക്ക് ഒരു ജിമിക്ക്, ഞാൻ വേറെ ഡ്രസ്സാണെങ്കിൽ അമ്മ ഇട്ട് പോവില്ല. കമ്മൽ അമ്മയുടെ ജിമിക്ക് കളക്ഷനാണ് കേട്ടോ. ഏതാ കമ്മല്? അമ്മ ഏതാ ജിമിക്ക്? ഇതിങ്ങനെ ഇല്ല, അത് വേറെ. ഒരു ബ്ലാക്ക് കുഞ്ഞി കമ്മലുണ്ട്, ഇത് നല്ല ഇഷ്ടമുള്ള കമ്മല. ബ്ലാക്ക് വേണം. റോസാ അമ്മ ഏതാ? ഇത് നല്ല രസം. ഇത് പച്ചയാണ്. ഇത് വേറെ റോസ്. ഇത് വേണ്ട, ഇതിട്ടോ അമ്മ. എടുത്ത് ഇതമ്മ കഴിഞ്ഞ ഷർട്ട്. ഇപ്പോഴാ അമ്മേനെ നമ്മൾ ഇതെടുക്കുന്നു. അല്ല, ഇത് ഞാൻ എടുക്കുന്നു. ഇത് ഞാൻ, ഇതമ്മ. ഡെൻ. അപ്പോൾ മാല റെഡിയായി, കമ്മൽ റെഡിയായി. ഇനി നമുക്ക് വള കൂടി എടുക്കാം. ഞാൻ ഇപ്രാവശ്യം ഇടുന്ന വള ചുവപ്പാണ്. കാരണം എനിക്ക് റോസ് വളയില്ല. പക്ഷെ എൻ്റെ ചുവപ്പ് നൈറ്റ് ആയതുകൊണ്ട് അതൊക്കെ റോസ് പോലെ തോന്നിപ്പിച്ച് വയ്ക്കും വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വള എടുക്കാം കേട്ടോ. അമ്മേൻ്റെ വള എടുക്കൂ. അമ്മേൻ്റെ റോസില അതല്ലോ. എവിടെയാ? ഇത് മൊത്തം നീലയും പച്ചയും ആണ്. ഇത് ചുവപ്പ്. ഞാനിതായിട്ടിടുന്നത്. ഇത് ഇന്ത്യ അല്ലേ? ഇത് അമ്മേൻ്റെ. ഇതിൽ നോടി പോയി എനിക്ക് വേറെ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ബാക്കിയാണ്. പച്ച റോസാണ് ഇഷ്ടം. സത്യം, പച്ച ഇഷ്ടം പോലെ. റോസല്ല, ചുവപ്പാണ്. ഇന്നലെ എൻ്റെത് റോസ് ഉണ്ട്. ഇനി ഉണ്ടോ? വേറെ ഇതില്ലല്ലോ. ഇനി ഇവിടെ അമ്മേൻ്റെ റോസ് തപ്പിയിട്ട് അമ്മേൻ്റെ എൻ്റെ കവർ നിർത്തുണ്ടോ? എൻ്റെ ഫാൻസിട്ടാ. അമ്മേൻ്റെ വള കാണാനില്ല. ബട്ട് എനിക്ക് ചുവപ്പുണ്ട്. ഈ ഒരു വെൽവെറ്റ് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ മറ്റേതും ഉണ്ട് കേട്ടോ. കാണാനില്ല. ഇത്രയേ ഉള്ളൂ വെൽവെറ്റ്. അല്ലതാ കുപ്പിവെള്ളം ഇടാൻ പറ്റില്ല. കുപ്പിവെള്ളം ഇട്ടാൽ ചവിട്ടി പോകുന്നു. റോസ് കിട്ടിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചുവപ്പ് വള. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യാം. അമ്മേൻ്റെ കിട്ടിയില്ല. പിന്നെ എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ അമ്മേൻ്റെ വള താട്ടോ. അമ്മേനെ മറ്റേ വള കാണാമല്ല. എൻ്റെ വളയപ്പോൾ വെച്ചല്ലതാ. ദിസ് ഇസ് മൈ വള. അപ്പോൾ 2 കിലുണ്ട്. ഇത് 10 ഉണ്ടോ? അത് മതി. ഓക്കെ, ഇതിൻ്റെ ഇത് പോയിട്ടുണ്ടല്ലോ. വേണ്ട, അതൊക്കെ പൈസ കിട്ടിട്ടോ. അപ്പം ഞാനൊരു കൈ മന്ദിര
പിന്നെ ഇത് ഞങ്ങളുടെ കമ്മല്. ഈ വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട, എല്ലാവരും ഇടുമ്പോൾ നമ്മൾ. പിന്നെ ഇതാണ് ഇടുന്നത് മാല, അമ്മയുടെ മാല. പിന്നെ നമ്മൾ മുല്ലപ്പൂ. സെറ്റ്. ഗൈസ്, അപ്പോൾ ഇതാ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആദ്യം ചെറിയ പിള്ളേർ, അതായത് അംഗനവാടി പിള്ളേരൊക്കെ ആവും കയറ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട്, അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്നു. നമുക്ക് ആദ്യം പോയിട്ട് വിളക്ക് എത്തിക്കാം കേട്ടോ. ഊട്ടിയിൽ പോണ പോലെ തോപ്പിട്ട് ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇരുട്ടാണ് പ്ലീസ്. നമ്മൾ അങ്ങോട്ട് പോയതാണ്, പക്ഷേ തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചു. കാരണം ഞാനും വല്യമ്മയും ഒരേ സമയത്ത് മറന്നു, കണ്ണടക്കാൻ മറന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കണ്ണടക്കാൻ വേണ്ടി ഇപ്പോൾ വന്നാണ്. ഇനി പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമാണ്. ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല, കണ്ണു എഴുതിയിട്ടില്ല. ലിപ്സ്റ്റിക്കൊക്കെ പിന്നെ മസ്റ്റാണല്ലോ. പിന്നെ ബാക്കി അവിടെ പോയിട്ട് നമുക്ക് റെഡി ആവാനാണ്. തുടങ്ങാൻ അവിടെ ആരത്തൊക്കെയോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ അംഗനവാടി പിള്ളേരുണ്ടാവുമെന്ന്. അപ്പം എന്തായാലും ഞാൻ വലിയ പോയിട്ട് വരാം. ഞങ്ങൾ അവിടെ എത്തി. നല്ല തിരക്കൊക്കെ ഉണ്ടെന്നുണ്ട്. നോക്കാൻ അതിനുള്ളിൽ പോയേക്കാം. സതീഷ്, അഭിരാമി ഉണ്ണികൃഷ്ണൻ, അനന്തിലക്ഷ്മി പ്രജിത്ത്. ഹായ്. முன்பு செய்த பழிக்கிட்டுமை அவன் பன்னிரு தோளும் பயந்ததனி வலிக்கிட்டுமை வடிவேலும் செங்கோடனும் അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ ഗ്രീൻ റൂം എടുത്തുമുണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ റെഡി ആവാൻ പോവാണ് കേട്ടോ. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മേക്കപ്പൊക്കെ ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഭയങ്കര ചൂട്. ആ റൂമിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഞങ്ങളാണെങ്കിൽ റെഡി ആയിട്ട് കുറേ നേരം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് നോർമൽ ഗൈസ്. ലേറ്റായി, പക്ഷെ ഞങ്ങളിപ്പോൾ കളിക്കാൻ പോവാണ് ഗൈസ്. യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ഹായ് ഗൈസ്, ഫൈനലി പരിപാടി കഴിഞ്ഞിരിക്കുന്നു. സമ്മാനം കിട്ടി, പ്രോത്സാഹന സമ്മാനമുണ്ട്. ബിസ്ക്കറ്റാണ് തോന്നുന്നു. ഹായ് ഗൈസ്, ആ സമയത്ത് ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ഭംഗിയുണ്ടോ ഒരുങ്ങിയ സമയത്ത് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ചോദിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം വേർത്ത് കുളിച്ചെല്ലാം മേക്കപ്പൊക്കെ പോയി. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇരുട്ടായി, അപ്പം കാണില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെയാണുള്ളത്. ഞാനിനി വീട്ടിലെത്തി
എത്തും ഇപ്പോൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഏകദേശം കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങോട്ട് പോന്നു. ഇപ്പോൾ സമയം 11-12 മണിയാവാനായി. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് ആണ് നിൽക്കുന്നത്. പൊള്ള ഫുഡ് കഴിക്കാം. വേണ്ട. പപ്പടം, വഴുതന ഉപ്പേരി, ചിക്കൻ പൊരിച്ചത്, പപ്പടച്ചാറ്, ചിക്കൻ കറി എനിക്ക് വേണ്ട, രാവിലെയും കൂട്ടി. പിന്നെ ഐസ് ഇട്ട വെള്ളം, ബിക്കോസ് ചൂട്. ഞാനിത് എവിടെയോ വെച്ചേക്കാണ്. ഞാൻ ഇന്നലത്തെ ഗിഫ്റ്റ് കാണിച്ചതാണ്. എനിക്കും അമ്മയ്ക്കും കിട്ടിയ ഗിഫ്റ്റ്. ഇത് സത്യം എനിക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ബിസ്ക്കറ്റാണെന്ന്. ബട്ട് ബിസ്ക്കറ്റ് ആണെങ്കിലും നമുക്ക് പ്രോത്സാഹന സമ്മാനം ആയതുകൊണ്ട് നമ്മളിത് എന്താ പറയുക, ഇതിൽ സന്തോഷിക്കണം. ലിറ്റിൽ തിങ്സ് ആണെങ്കിലും നമുക്കത് ഇടാണ്ട്, കാരണം നമ്മൾ കളിച്ചിട്ട് കിട്ടിയതാണല്ലോ. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് പാർലേജി ഗൈസ്. അതായത് കഴിച്ചിട്ട് കുറേ കാലമായി ഞാൻ. ഇതും പാർലേജി ആയിരിക്കും, കാരണം ഇത് സെയിം തന്നെയാണ് പ്രോത്സാഹന സമ്മാനം. ഇത് ഞാൻ കാണിച്ചു തരാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാനിപ്പോഴാണ് ഇത് പൊട്ടിക്കുന്നത്. അപ്പോൾ പാർലേജിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത്. എല്ലാവർക്കും ഇത് സംഭവം സെയിം ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ പറയുക, എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇന്നലെ രാത്രി മറന്നു. ഇന്നലെ രാത്രി ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങിയത്. കഴിഞ്ഞ കുറേ ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പരിപാടി അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഡാൻസൊക്കെ കളിച്ചു, മീൻസ് തിരുവാതിരക്കളി കളിച്ചു. നല്ല രസമെന്ന് എല്ലാവരും പറഞ്ഞു. സോ ഇതാണ്, ഞാനൊരു വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേയൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം എന്നിട്ടൊരു വ്ളോഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് ഇത് എപ്പോഴെത്താമെന്ന് എനിക്കറിയില്ല. ഇനിവേ അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വ്ളോഗ് ആയിട്ട് വരാം. ബൈ.